ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയില്ല. പകരം കോട്ടയത്തെയും കൊച്ചിയിലെയും സ്വകാര്യ ചടങ്ങുകളിലാണ് സുരേഷ് ഗോപി പങ്കെടുത്തത്. അമിത്ഷായോട് അനുമതി വാങ്ങിയിരുന്നു എന്നാണ് സുരേഷ് ഗോപിയുടെ വിശദീകരണം. വിവരങ്ങളുമായി വി.എസ്. അനു ചേരുന്നു. അനു, അങ്ങേയറ്റം അസാധാരണമായിരിക്കുന്നു. കേരളത്തിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ആദ്യത്തെ MP സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി. അദ്ദേഹം വളരെക്കാലം കാത്തിരുന്നു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടക്കുമ്പോൾ. അതിനകത്ത് രാജ്യത്തെ ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പങ്കെടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് തീർത്തും അസാധാരണമല്ലേ? എന്താണ് വിശദീകരണം? സനീഷ്, തികച്ചും അസാധാരണമായ ഒരു നടപടിയായി ഇതിനെ കാണാൻ കഴിയും. നേരത്തെ സനീഷ് സൂചിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തിൽ BJP ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച കേന്ദ്രമന്ത്രിയായ ഒരാൾ, അങ്ങനെയുള്ള അദ്ദേഹം ഇന്ന് പങ്കെടുക്കുന്ന ചടങ്ങുകളാണെങ്കിൽ അതിപ്പോൾ കോട്ടയത്ത് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ ടാഗോർ പ്രതിമ അനാച്ഛാദന ചടങ്ങാണ്. മറ്റൊന്ന് പാലാ പ്രൊവിൻസിൻ്റെ അവിടെ നിന്ന് MBBS അഡ്മിഷൻ ലഭിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങാണ്. മറ്റൊന്ന് ചങ്ങനാശ്ശേരിയിലുള്ള സ്കൂൾ ഉദ്ഘാടനമാണ്. ഈ ചടങ്ങുകളെല്ലാം തന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കാൻ കഴിയുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. അങ്ങനെ വിശേഷാൽ ഏതെങ്കിലും ഒരു ചടങ്ങല്ല, അല്ലെങ്കിൽ ഔദ്യോഗിക പരിപാടികളല്ല, സ്വകാര്യ പരിപാടികളാണ്. ഈ സ്വകാര്യ 3 പരിപാടികളും മാറ്റിവെക്കാൻ കഴിയുന്ന പരിപാടികളാണ്. പക്ഷേ ഈ പരിപാടികളിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്നു. അതേസമയം കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് തിരുവനന്തപുരത്ത് കേരളത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഓഫീസ് 1980 മുതൽ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് 80 മുതൽ O രാജഗോപാൽ സംസ്ഥാന പ്രസിഡന്റായി തുടങ്ങിയത് മുതലുള്ള വലിയ ഈ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ കാലമുണ്ടല്ലോ, കേരളത്തിലെ ഒരു രാഷ്ട്രീയ കാലം. ആ രാഷ്ട്രീയ കാലഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷമാണ് ഇന്ന് അവർക്കൊരു ഓഫീസ് ഉണ്ടാവുക എന്നുള്ളത്. ആ പരിപാടിയിൽ പങ്കെടുക്കാത്ത എന്ത് പ്രാധാന്യമാണ് മറ്റ് 3 പരിപാടികൾക്കുള്ളത് എന്നുള്ള ചോദ്യമാണ് പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നത്. 2 കേന്ദ്രമന്ത്രിമാരാണ് കേരളത്തിൽ നിന്നുള്ളത്. ഒന്ന് ജോർജ് കുര്യൻ, അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതേസമയം അദ്ദേഹത്തെ ഈ ലോക്സഭയിൽ നിന്നല്ല, അദ്ദേഹം രാജ്യസഭയിൽ നിന്നാണ് അദ്ദേഹത്തെ ഈ തരത്തിൽ മന്ത്രിയാക്കിയിരിക്കുന്നത്. പക്ഷേ ലോക്സഭയിൽ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച സുരേഷ് ഗോപി എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുന്നു. അവിടെ മറ്റൊരു കാര്യം കൂടെ ഉയരുന്നുണ്ട്. ഉൾപാർട്ടി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ചുക്കാൻ പിടിച്ച KK അനീഷ് കുമാറിനെ ജനറൽ സെക്രട്ടറി ആക്കാത്തതിൽ ഒരു വിയോജിപ്പ് സുരേഷ് ഗോപിക്കുണ്ട് എന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു എതിർപ്പ്, ഒരു ഭിന്നസ്വരം അല്ലെങ്കിൽ ഒരു സങ്കടം അദ്ദേഹത്തിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിട്ടുനിൽക്കലായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരും പാർട്ടിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. സനീഷ്.